നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ റിയ മേരി. ആദ്യം പ്രധാന വാർത്തകൾ. ഇരിങ്ങാലക്കുട മാപ്രാണത്ത് KICB ലൈൻമാൻ ഷോക്കേറ്റ് മരിച്ചു. അപകടം ജോലിക്കിടെ. കൊടകര മേഖലയിൽ ആശങ്കയായി ഷിഗല്ല മരണം. പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യവകുപ്പ്. നന്മണിക്കര പഞ്ചായത്തിൽ ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം രൂക്ഷം. പരിശോധന നടത്തി വിദഗ്ധ സംഘം. ഒല്ലൂരിൽ KSRTC ബസും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ചു. 6 പേർക്ക് പരിക്ക്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകാം. നഷ്ടപരിഹാരം നൽകണം. സ്വകാര്യ ബസ് സർവീസ് സർക്കാർ ഏറ്റെടുക്കണമെന്ന ആവശ്യവുമായി സ്വകാര്യ ബസ് ഉടമകൾ. വിശദമായ വാർത്തകളിലേക്ക്. ഇരിങ്ങാലക്കുട മാപ്രാണത്ത് ജോലിക്കിടെ KICB ലൈൻമാൻ ഷോക്കേറ്റ് മരിച്ചു. ആറാട്ടുപുഴ അയ്യാണ്ടി വാസു മകൻ മനോജാണ് മരിച്ചത്. 46 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 7-നായിരുന്നു സംഭവം. KICB കരുവന്നൂർ സെക്ഷനിലെ ജീവനക്കാരനാണ്. വൈദ്യുതി ലൈനിലെ തകരാർ പരിഹരിക്കാൻ പോസ്റ്റിൽ കയറിയപ്പോൾ ഷോക്കേറ്റ് തെറിച്ചു വീഴുകയായിരുന്നു. ഉടനെ മാപ്രാണം ലാൽ ആശുപത്രിയിലും തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടകര മേഖലയിൽ ആശങ്കയായി ഷിഗല്ല മരണം. പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യവകുപ്പ്. ഷിഗല്ല മരണം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ കൊടകര പഞ്ചായത്തിലെ 3, 8 വാർഡുകളിൽ ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സൂപ്പർ ക്ലോറിനേഷൻ ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരിച്ച 43-കാരന്റെ മരണം ഷിഗല്ല ബാധിച്ചതിനെ തുടർന്നാണെന്ന് കഴിഞ്ഞ ദിവസമാണ് സ്ഥിരീകരിച്ചത്. കൊടകര കുഴിക്കാണിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന മാപ്രാണം മാടായിക്കോണം ചെമ്പോത്തുപറമ്പിൽ അബ്ദുൽ ജമാൽ നിയാസാണ് മരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് 2 മണിയോടെയാണ് ഇയാളെ വയറുവേദനയെ തുടർന്ന് കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. ചികിത്സയിലിരിക്കെ വൈകിട്ട് 6 മണിയോടെ മരിച്ചു. കൊടകര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയക്കുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തെ തുടർന്നാണ് മരണകാരണം ഷിഗല്ല രോഗബാധയാണെന്ന് സ്ഥിരീകരിച്ചത്. കൊടകര കുഴിക്കാണിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഇയാൾ മാപ്രാണം മാടായിക്കോണം സ്വദേശിയാണ്. കൊടകര ഗ്രാമപഞ്ചായത്തിൽ ഷിഗല്ല രോഗവുമായി ബന്ധപ്പെട്ട് സനീഷ് കുമാർ ജോസഫ് MLAയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം നടത്തി. തൃശൂർ DMO ഓഫീസിൽ നിന്നുള്ള ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിർമ്മൽ, ടെക്നിക്കൽ അസിസ്റ്റന്റ് ഡോക്ടർ CC മനോജ് ചന്ദ്രൻ, ജില്ലാ എപ്പിഡെമിയോളജിസ്റ്റ് P രതികല, ജില്ലാ പഞ്ചായത്ത് അംഗം KJ നിക്സൺ, കൊടകര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രനീല ഗിരീശൻ, ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സ്വപ്ന സത്യൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TS അഭിലാഷ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വിനയൻ തോട്ടപ്പള്ളി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനിദാസൻ, ബ്ലോക്ക് അംഗം ജസ്റ്റിൻ പൊന്മനിശ്ശേരി, മറ്റു ജനപ്രതിനിധികൾ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു G നായർ, അസിസ്റ്റന്റ് സെക്രട്ടറി MA സുനിൽകുമാർ, കൊടകര ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ കേന്ദ്രത്തിലെ ഉദ്യോഗസ്ഥർ, കൊടകര ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ഉൾപ്പെട്ട കോളേജ് വിദ്യാലയങ്ങളിലെ പ്രതിനിധികൾ, മാധ്യമ പ്രവർത്തകർ, രാഷ്ട്രീയ പ്രതിനിധികൾ, ICDS സൂപ്പർവൈസർ, അങ്കണവാടി വർക്കർമാരുടെ ലീഡേഴ്സ് തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഷിഗല്ല രോഗവുമായി ബന്ധപ്പെട്ടെടുക്കേണ്ട വിവിധ സുരക്ഷാ നടപടികളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്തു. പൊതുജനങ്ങൾ സ്വീകരിക്കേണ്ട സുരക്ഷാ മാനദണ്ഡങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുന്നതിനെക്കുറിച്ചുള്ള നടപടികൾ എടുക്കുന്നതിനും യോഗം തീരുമാനിച്ചു. അംഗനവാടി ടീച്ചർമാരുടെ യോഗം അടിയന്തരമായിട്ട് ഒന്ന് വിളിച്ചു ചേർത്ത് ആ അംഗനവാടിയിൽ എടുക്കേണ്ട മുൻകരുതൽ കുട്ടികളുമായി ബന്ധപ്പെട്ടെടുക്കേണ്ട കാര്യങ്ങൾ സ്കൂളിൻ്റെ അധ്യാപകരുടെ ഉണ്ട്. അവിടെ നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളിവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. കുട്ടികളെ സൂചിപ്പിക്കണം. അതുപോലെ തന്നെ അവർ വ്യക്തിശുചിത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുക്കണം, മുൻകരുതലുകൾ എടുക്കണം. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുക. വലിയൊരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാക്കി ജനങ്ങളെ മുഴുവൻ പരിഭ്രാന്തരാക്കി മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. നമ്മളെടുക്കേണ്ട എടുത്ത് മുന്നോട്ട് പോകേണ്ട നടപടികൾ, മുന്നോട്ട് പോകാനായിട്ട് ഉള്ള തീരുമാനങ്ങളും അത് സത്യമായി അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഇപ്പോൾ പൊതുവിടങ്ങൾ, ഹോട്ടലുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ഹെൽത്തിൻ്റെ ആളുകളില്ല ഇവിടെ. നിങ്ങൾ ആ സാമ്പിളുകൾ അവിടുന്ന് ശേഖരിച്ച് അവിടെ വൃത്തിഹീനമായ പ്രദേശങ്ങളുണ്ടോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അവരുടെ വെള്ളം കാര്യങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട നടപടികൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഷിഗല്ലയുടെ കാര്യം നോക്കുമ്പോൾ നമ്മൾ കാണുകയാണെങ്കിൽ മെയിൻലി നമ്മൾ കാണാം അല്ലെങ്കിൽ മ്യൂക്കസ്
ഉടനെ തന്നെ അടുത്ത 43 വയസ്സാണെങ്കിൽ സാധാരണ കുട്ടികളെ ശുചിത്വം കുറച്ച് കുറവ് തിളപ്പിച്ചാൽ ഒരു 15. അതുപോലെ ബാത്റൂമിനെ അറിയിക്കുക, ഉടനെ അറിയിക്കുക, നമ്മൾ അതനുസരിച്ച് നോക്കണം. അതുപോലെ ബാത്റൂമിന്റെ ബ്ലഡ് വാട്ടർ ടെസ്റ്റ് ചെയ്തിട്ട് നോക്കി ഇദ്ദേഹം ആക്ട് ചെയ്യേണ്ട ആളുകളാണ്. ഔദ്യോഗികമായ വിശദീകരണം പഞ്ചായത്തിൽ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു, ഷിഗല്ല മൂലം പറ്റുന്ന നോക്കുന്നുണ്ട്. അതുപോലെ ആ ഏരിയ അത് കൃത്യസമയം മരിച്ചെന്ന് പറയുന്ന ആള് നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിൽ ആഫ്രിക്കൻ ഒച്ചിന്റെ വ്യാപനം കർഷകരെ ആശങ്കയിലാഴ്ത്തുന്നു. പ്രശ്നത്തിന്റെ ഗൌരവം വിലയിരുത്താനും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാനുമായി കാർഷിക സർവകലാശാലയുടെ വിദഗ്ധ സംഘം ഫീൽഡ് പരിശോധന നടത്തി. നെന്മണിക്കര ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും നേതൃത്വത്തിൽ കേരള കാർഷിക സർവകലാശാലയുടെ മൾട്ടി ഡിസിപ്ലിനറി ഡയഗ്നോസ്റ്റിക് ടീം വിവിധ പ്രദേശങ്ങളിൽ പരിശോധന നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് VT വിജയലക്ഷ്മി, വൈസ് പ്രസിഡന്റ് KA സുരേഷ്, കൃഷി ഓഫീസർ അശ്വതി G പ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ഉദ്യോഗസ്ഥരുടെ സന്ദർശനം. പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ കൃഷിയിടങ്ങളും ബാധിത മേഖലകളും സംഘം നേരിട്ട് വിലയിരുത്തി. കേരള കാർഷിക സർവകലാശാലയിലെ അസിസ്റ്റന്റ് പ്രൊഫസർമാരായ ഡോക്ടർ സുനിൽ അപ്പുക്കുട്ടൻ, ഡോക്ടർ J രശ്മി എന്നിവർ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ആഫ്രിക്കൻ ഒച്ചിന്റെ വ്യാപനം നിയന്ത്രിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ സജിത സുനിൽ, പഞ്ചായത്ത് അംഗങ്ങളായ സീമ മനോജ്, VR പ്രത്യുഷ്, നിഷ വേണു, കർഷക പ്രതിനിധികൾ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ C അരുൺ, കൃഷി അസിസ്റ്റന്റ് PM നിഷ തുടങ്ങിയവരും പരിശോധനയിൽ പങ്കെടുത്തു. കർഷകരെ ബാധിക്കുന്ന പ്രശ്നത്തിന് ശാസ്ത്രീയ പരിഹാരം കണ്ടെത്തുകയാണ് ലക്ഷ്യമെന്ന് അധികൃതർ അറിയിച്ചു. ഒല്ലൂർ ക്രിസ്റ്റഫർ നഗരയിൽ KSRTC ബസും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ച് 6 പേർക്ക് പരിക്ക്. ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് അപകടം സംഭവിച്ചത്. തലോർ ഭാഗത്തു നിന്നും തൃശൂരിലേക്ക് വരികയായിരുന്ന KSRTC ബസും തൃശൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ടൂറിസ്റ്റ് ബസുമാണ് അപകടത്തിൽപ്പെട്ടത്. 2 വാഹനത്തിലെയും ഡ്രൈവർമാർക്കും 4 യാത്രക്കാർക്കുമാണ് പരിക്കേറ്റത്. ഇടിയുടെ ആഘാതത്തിൽ 2 ബസ്സുകളുടെയും മുൻഭാഗത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിച്ചു. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തെ തുടർന്ന് ഏറെ നേരം ഇതുവഴിയുള്ള വാഹന ഗതാഗതവും തടസ്സപ്പെട്ടു. ഒല്ലൂർ പോലീസും തൃശൂരിൽ നിന്നുള്ള അഗ്നിരക്ഷാസേനയും സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനങ്ങൾ നടത്തിയത്. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്തതിന്റെ പശ്ചാത്തലത്തിൽ സ്വകാര്യ ബസ്സുകൾക്കും സർക്കാർ സഹായം വേണമെന്ന് ആവശ്യപ്പെട്ട ഉടമകൾ. സ്വകാര്യ ബസ്സുകൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന് പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ആവശ്യപ്പെട്ടു. ഡ്രൈവറെ ബസ് ഉടമ നിയമിക്കാം, കണ്ടക്ടറെ സർക്കാർ വെക്കട്ടെയെന്നും തൃശൂരിൽ ചേർന്ന യോഗത്തിന് ശേഷം സ്വകാര്യ ബസ് ഉടമകൾ പ്രതികരിച്ചു. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊടുത്തതിന്റെ പശ്ചാത്തലത്തിൽ സ്വകാര്യ ബസ്സുകൾക്കും സർക്കാർ സഹായം വേണമെന്നാവശ്യപ്പെട്ട് ഉടമകൾ. സ്വകാര്യ ബസ്സുകൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന് പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ആവശ്യപ്പെട്ടു. ഡ്രൈവറെ ബസ് ഉടമ നിയമിക്കാം, കണ്ടക്ടറെ സർക്കാർ വെക്കട്ടെ എന്നും തൃശൂരിൽ ചേർന്ന യോഗത്തിന് ശേഷം സ്വകാര്യ ബസ് ഉടമകൾ പ്രതികരിച്ചു. KSRTCക്ക് കൊടുക്കുന്നത് പോലെ സർക്കാർ ധനസഹായം സ്വകാര്യ ബസ്സുകൾക്കും നൽകണം. ഒരു ബസ്സിന് നിശ്ചിത തുക സർക്കാർ തരണം. കിലോമീറ്ററിന് 55 രൂപ സർക്കാർ നൽകണം. കളക്ഷൻ സർക്കാരിന് നൽകാം. മറ്റെല്ലാ ചെലവുകളും ഉടമകൾ നടത്തും. അതല്ലെങ്കിൽ സ്വകാര്യ ബസ്സുകളും വനിതകൾക്ക് സൗജന്യം നൽകാം. സർക്കാർ പണം തന്നാൽ മതി. ഇതിന് രണ്ടിലും തയ്യാറല്ലെങ്കിൽ പകുതി വിലയ്ക്ക് ഡീസൽ നൽകണം. റോഡ് ടാക്സ് ഒഴിവാക്കണം. സ്വകാര്യ ബസ് ഉടമകൾ പ്രതികരിച്ചു. ബജറ്റിന് ശേഷം മുഖ്യമന്ത്രിയെ കാണുമെന്നും ബസ് ഉടമകൾ വ്യക്തമാക്കി. അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ജൂലൈ മുതൽ സമരത്തിലേക്ക് പോകാൻ നിർബന്ധിതരാകുമെന്നും അവർ പ്രതികരിച്ചു. ബജറ്റിൽ തങ്ങൾക്ക് അനുകൂല തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് നേരത്തെ സ്വകാര്യ ബസ് ഉടമകൾ പ്രതികരിച്ചിരുന്നു. KSRTCയിൽ വനിതകൾക്ക് യാത്ര സൗജന്യമാക്കിയത് സ്വകാര്യ ബസ് മേഖലയെ കാര്യമായി ബാധിക്കുമെന്നും ആയിരക്കണക്കിന് ജീവനക്കാരുടെ തൊഴിലിന് ഭീഷണിയാകുമെന്നും അടക്കം സ്വകാര്യ ബസ് ഉടമകൾ നേരത്തെ പ്രതികരിച്ചിരുന്നു. വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷൻ ചൊവ്വാഴ്ച തൃശൂരിൽ യോഗം ചേർന്നത്. ഒരു ബസ്സിന് ഏതാണ്ട് 14,000 രൂപ 15,000 രൂപ ഈ ചെലവുകൾക്കെല്ലാം പുറമെ KSRTCക്ക് സർക്കാർ കൊടുക്കുന്ന ഒരു ദിവസം ഒരു വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പൊ അത് വെച്ച് ഞങ്ങളുടെ വണ്ടികൾ വാടകയ്ക്കെടുത്ത് സർക്കാർ കപ്പ് സിറപ്പുകൾ ഉൾപ്പെടെ ചില സിറപ്പുകൾ ഇനി ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ വാങ്ങാനാകില്ല. മരുന്നുകളുടെ അമിത ഉപയോഗവും അപകടകരമായ പാർശ്വഫലങ്ങളും തടയാനാണ് കേന്ദ്ര സർക്കാരിന്റെ പുതിയ തീരുമാനം.
രാജ്യത്തെ ഫാർമസികളിൽ നിന്ന് കഫ് സിറപ്പ് ഉൾപ്പെടെയുള്ള മരുന്നുകൾ ഇനി ഓവർ ദി കൗണ്ടറായി ലഭിക്കില്ല. ഡോക്ടറുടെ കൃത്യമായ കുറിപ്പടി നിർബന്ധമാക്കിയാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുതിയ വിജ്ഞാപനം പുറത്തിറക്കിയത്. കുട്ടികൾ ഉൾപ്പെടെ അനിയന്ത്രിതമായി സിറപ്പുകൾ ഉപയോഗിക്കുന്ന സാഹചര്യം നിയന്ത്രിക്കാനും ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ മൂലമുണ്ടാകുന്ന അപകടങ്ങൾ ഒഴിവാക്കാനുമാണ് ഈ നടപടി. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഫ് സിറപ്പ് ഉപയോഗവുമായി ബന്ധപ്പെട്ട ദാരുണ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിലാണ് കർശന നിയന്ത്രണം കൊണ്ടുവന്നിരിക്കുന്നത്. ഡ്രഗ്സ് റൂൾസിലെ നിർണായക ഭേദഗതിയിലൂടെ സിറപ്പുകൾ എന്ന വിഭാഗത്തെ നിയന്ത്രണ ഇളവുകളിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടുണ്ട്. ഇതോടെ രാജ്യത്തെ എല്ലാ ഫാർമസികളും പുതിയ നിയമം കർശനമായി പാലിക്കേണ്ടതായിരിക്കും. മരുന്നുകളുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള പ്രധാന നീക്കമായാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ തീരുമാനം വിലയിരുത്തപ്പെടുന്നത്. ഫിഫ ലോകകപ്പ് ആവേശം ഉൾക്കൊണ്ട് കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂളിൽ ഫുട്ബോൾ ഫിയസ്റ്റ എന്ന പേരിൽ സംഘടിപ്പിച്ചു. കൊടകര ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ വിനയൻ തോട്ടാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TS അഭിലാഷ് സമ്മാനദാനം നിർവഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി ദാസൻ, അംഗം ഗിരിജ ശ്യാംകുമാർ, പ്രധാന അധ്യാപിക ജിഷ മാത്യു, കായികാധ്യാപകൻ സജി ജോർജ്, പരിശീലകൻ MS സുജിത് തുടങ്ങിയവർ പ്രസംഗിച്ചു. നമുക്കറിയാം, ഇന്ന് ലോകം മുഴുവൻ വേൾഡ് കപ്പിന്റെ ആവേശത്തിലാണ്. വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ, ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ലഹരിയാണ്. അതിന് മതമില്ല, ജാതിയില്ല, അതിർവരമ്പുകളൊന്നുമില്ല. ലോകം മുഴുവൻ ഇന്ന് ഇതൊരു ആഘോഷമായി കൊണ്ടാടുന്നതിന്റെ ഭാഗമായി നമ്മുടെ കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കാവനാട് യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു. CPM മറ്റത്തൂർ ലോക്കൽ സെക്രട്ടറി CV രവി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് രമണി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് സെക്രട്ടറി B കൃഷ്ണൻ, പഞ്ചായത്ത് അംഗം KR ശശികുമാർ, CPM കാവനാട് ബ്രാഞ്ച് സെക്രട്ടറി KS അപ്പുകുട്ടൻ, PK വിജയൻ, KA അജീഷ് എന്നിവർ പ്രസംഗിച്ചു. മല്ലിക ചാത്തൻ പ്രസിഡന്റായും B കൃഷ്ണൻ സെക്രട്ടറി എന്നിവരുടെ നേതൃത്വത്തിൽ 11 അംഗ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. അവിടെ ഈ വെനസ്വേലൻ പ്രസിഡന്റിനെയും ഭാര്യയെയും അമേരിക്ക തടങ്കലിൽ വെച്ചിരിക്കുന്നത്. ക്യൂബയ്ക്കെതിരെ ഞാൻ പറഞ്ഞു, ക്യൂബയ്ക്കെതിരെ കൊടകര മേള കലാസംഗീത സമിതിയുടെ ഈ വർഷത്തെ സുവർണ മുദ്ര പുരസ്കാരത്തിന് പോരാത്ത് ആനന്ദമാരാർ അർഹനായി. സമിതിയുടെ വാർഷികത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 17-ന് വൈകിട്ട് 3-ന് പൂന്നിലാർക്കാവ് ക്ഷേത്ര മൈതാനിയിൽ നടക്കുന്ന സമാദരണ സമ്മേളനത്തിൽ സുവർണ മുദ്ര സമ്മാനിക്കും. നന്ദിപുലം പോറാത്ത് മാരാത്ത് ശങ്കരമാരാരുടെയും മാക്കോത്ത് മാരാത്ത് കാർത്തിയായനി വാരസ്യാരുടെയും മകനായി ജനിച്ച ആനന്ദമാരാർ 12ാമത്തെ വയസ്സിൽ അമ്മാവനായ പോറാത്ത് രാമമാരാരിൽ നിന്നാണ് വാദ്യകലയുടെ ബാലപാഠങ്ങളും സോപാന സംഗീതവും പരിശീലിച്ചത്. നന്ദിപുലം, പയർക്കാവ്, എടലേപ്പിള്ളി, പിടിക്കപ്പറമ്പ്, കല്ലേലി, വാസുദേവപുരം, കോടാലി, എടയാറ്റ് എന്നീ ക്ഷേത്രങ്ങളിൽ കുട്ടിക്കാലം മുതൽ അടിയന്തര പ്രവർത്തിക്ക് പോയിരുന്നു. പയ്യൂർക്കാവ് ക്ഷേത്രത്തിലെ പാനപ്പറ യോഗത്തിൽ കുട്ടിക്കാലം മുതൽ സ്ഥിര സാന്നിധ്യമായിരുന്നു. വരന്തരപ്പള്ളി പാലക്കൽ ക്ഷേത്രത്തിൽ വർഷങ്ങളായി അടിയന്തര പ്രവൃത്തി നിർവഹിക്കുന്നത് ആനന്ദമാരാരാണ്. തൃശൂർ പൂരത്തിന്റെ പാർമേക്കാവിന്റെ ഇലഞ്ഞിത്തറ മേളത്തിൽ അനവധി വർഷം വലംതല നിരയിൽ പങ്കെടുത്തു. വലംതല പ്രമാണി പോറാത്ത് ചന്ദ്രശേഖര മാരാർ സഹോദരനാണ്. പരേതയായ ഭാഗ്യരതിയാണ് ഭാര്യ. മക്കൾ മഹേഷ്, മനോജ്. ബിസിനസ് ന്യൂസ്. ആഭരണ പ്രേമികളുടെ ഇടയിൽ ഏറ്റവും പുതിയ ട്രെൻഡാണ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. 500 മില്ലിഗ്രാമിൽ തുടങ്ങുന്ന ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻ ഒരുക്കി ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയുടെ ഇവ ലൈറ്റ് വെയ്റ്റ് എക്സിബിഷൻ തരംഗമാകുന്നു. സ്വർണ്ണവിലയിലെ ദിവസേനയുള്ള ഏറ്റക്കുറച്ചിലുകൾ ആളുകളുടെ ആഭരണങ്ങൾ വാങ്ങുന്ന രീതികളിൽ വലിയ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. വലിയ ഡിസൈനുകൾക്ക് പകരമായി ഭാരം കുറഞ്ഞതും എന്നാൽ ട്രെൻഡിയുമായ ആഭരണങ്ങൾക്കാണ് ഇന്ന് ആവശ്യക്കാർ. ഓഫീസിലും സുഹൃത്തുക്കളുമായുള്ള കൂടിച്ചേരലുകളിലും മറ്റും ധരിക്കുന്നതിന് ഏറെ സൗകര്യപ്രദമാണ് ഇത്തരം ആഭരണങ്ങൾ. ആഭരണങ്ങളോട്, പ്രത്യേകിച്ച് സ്വർണത്തിനോട് താല്പര്യം കാണിക്കുന്ന സ്ത്രീകളുടെ ആഭരണ ശേഖരത്തിൽ ഈ ഡിസൈനുകൾ പ്രത്യേക സ്ഥാനം നേടിയിരിക്കുന്നു. ദിവസവും സ്വർണം ധരിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഏതവസരത്തിലും യോജിക്കുന്ന ഡിസൈനുകൾ ലഭിക്കും എന്നതാണ് ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയുടെ ഇവ ലൈറ്റ് വെയ്റ്റ് എക്സിബിഷന്റെ പ്രത്യേകത. ഓരോരുത്തരുടെയും ആവശ്യത്തിനും ഇഷ്ടത്തിനും അനുസരിച്ചുള്ള ആഭരണങ്ങൾ ലഭ്യമാണെന്നത് ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിലെ ലൈറ്റ് വെയ്റ്റ് കളക്ഷനെ വ്യത്യസ്തമാക്കുന്നു. ലളിതമായ പെൻഡന്റുകൾ മുതൽ പ്രഷ്യസ് സ്റ്റോണുകൾ പതിച്ച നെക്ലേസുകൾ വരെ ഈ കളക്ഷനിൽ ഉണ്ട്.
ജൂൺ 30 വരെ നീണ്ടു നിൽക്കുന്ന യുവ ലൈറ്റ് വെയ്റ്റ് എക്സിബിഷനിൽ ഓരോരുത്തരുടെയും അഭിരുചിക്കനുസരിച്ച് ഇഷ്ടമുള്ളവ തിരഞ്ഞെടുക്കാം. വ്യത്യസ്ത വസ്ത്രധാരണത്തിനും ചേരുന്നവയാണ് ഈ ഡിസൈനുകൾ എല്ലാം തന്നെ. 500 മില്ലിഗ്രാമിൽ തുടങ്ങുന്ന ലൈറ്റ് വെയ്റ്റ് ചെയിനുകൾ വെറും 1950 രൂപ മുതൽ ലൈറ്റ് വെയ്റ്റ് ട്രെൻഡി ആഭരണങ്ങൾ എന്നിവയെല്ലാം സാരിക്കൊപ്പമായാലും മറ്റ് വസ്ത്രങ്ങൾക്കൊപ്പമാണെങ്കിലും ഭംഗിയായി ധരിക്കാവുന്നവയാണ്. സ്വന്തം പണിശാലയിൽ നിർമ്മിച്ചെടുക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് നൽകാൻ കഴിയുന്നു എന്നതാണ് 30 വർഷത്തിലേറെ പാരമ്പര്യമുള്ള ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയുടെ സവിശേഷത. ഏത് ബജറ്റിലും സ്വന്തമാക്കാവുന്ന ബ്രൈഡൽ സെറ്റുകളുടെ വിപുലമായ ശേഖരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. കാലത്തിന്റെ മാറ്റങ്ങളും ഉപഭോക്താക്കളുടെ അഭിരുചിയും തിരിച്ചറിഞ്ഞാണ് ചാലക്കുടിയുടെ ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം കൃഷ്ണ ജ്വല്ലറി ജൈത്രയാത്ര തുടരുന്നത്. പുതിയ കാലത്ത് സ്വർണ്ണാഭരണ പ്രേമികൾക്കിടയിൽ ട്രെൻഡായി മാറുകയാണ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ. ദിവസവും സ്വർണം ധരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ഭാരമേറിയതും പരമ്പരാഗതവുമായ സ്വർണ്ണാഭരണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻ ഒരുക്കിയാണ് ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയുടെ യുവ ലൈറ്റ് വെയ്റ്റ് എക്സിബിഷൻ ശ്രദ്ധേയമാകുന്നത്. ജൂൺ 30 വരെ നീണ്ടു നിൽക്കുന്ന യുവ ലൈറ്റ് വെയ്റ്റ് എക്സിബിഷനിൽ 1950 രൂപ മുതൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണാവസരമാണ് സ്വർണ്ണാഭരണ പ്രേമികൾക്ക് ലഭിക്കുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡ്രോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കല്ലൂർ ഈസ്റ്റ് യൂണിറ്റ്. യൂണിറ്റ് പ്രസിഡന്റ് തിലകൻ അയ്യഞ്ചിറ, ജനറൽ സെക്രട്ടറി ജോയ് കാവിൽ, രക്ഷാധികാരി അന്തോണി നമ്പിടിയാൻ, വൈസ് പ്രസിഡന്റ് KT ഷാജ, യൂത്ത് വിംഗ് പ്രസിഡന്റ് നെൽസൺ സെബാസ്റ്റ്യൻ, സെക്രട്ടറി ബിനീഷ് വിൽസൺ, ട്രഷറർ KR ജെയിംസ്, വനിതാ വിംഗ് പ്രസിഡന്റ് സുജ വർഗീസ്, ട്രഷറർ ഫ്രാൻസി ഷാജു, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ എന്നിവർ സന്നിഹിതരായി. ചടങ്ങിൽ ഭദ്രം വ്യാപാരി കുടുംബസുരക്ഷാ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം 4 വ്യാപാരി അംഗങ്ങൾക്ക് 3 ലക്ഷം രൂപയുടെ ചികിത്സാ ധനസഹായ ചെക്ക് കൈമാറി. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ തൃക്കൂർ പഞ്ചായത്ത് വാർഡ് 9 നേതൃത്വത്തിൽ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം EA ഓമന ഉദ്ഘാടനം ചെയ്തു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ സംഗീത ദിവാകരൻ സന്നിഹിതരായി. തോമസ് ഉണ്ണിയാടൻ MLA ഏർപ്പെടുത്തിയ എഡ്യൂക്കേഷണൽ എക്സലൻസ് അവാർഡുകളുടെ വിതരണം ആനന്ദപുരം ശ്രീകൃഷ്ണ സ്കൂളിൽ നടത്തി. PTA പ്രസിഡന്റ് ശ്രീജിത്ത് പട്ടത്ത് അധ്യക്ഷത വഹിച്ചു. മാനേജ്മെന്റ് പ്രതിനിധി AN വാസുദേവൻ MLA ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം അജീഷ്, പ്രധാന അധ്യാപകൻ T അനിൽകുമാർ, പ്രിൻസിപ്പാൾ KP ലിയോ, സ്റ്റാഫ് സെക്രട്ടറി B ബിജു, ധന്യ ബിജു എന്നിവർ പ്രസംഗിച്ചു. സ്വതന്ത്ര ട്രേഡ് യൂണിയനായ കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷന്റെ 38ാമത് സംസ്ഥാന സമ്മേളനം വ്യാഴാഴ്ച കൊടകരയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9-ന് കൊടകര പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ സംസ്ഥാന പ്രസിഡന്റ് P ജോർജ് മാത്യു പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാകും. ടൗൺ ചുറ്റിയുള്ള പ്രകടനത്തിന് ശേഷം നടക്കുന്ന പൊതുസമ്മേളനം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. ഉച്ചകഴിഞ്ഞ് നടക്കുന്ന പ്രതിനിധി സമ്മേളനം മുൻ സംസ്ഥാന പ്രസിഡന്റ് V സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും ഇതോടനുബന്ധിച്ച് നടക്കും. വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് P ജോർജ് മാത്യു, ജനറൽ കൺവീനർ EO ജോണി, ഗജാൻജി PV തമ്പി, മീഡിയ കൺവീനർ C വാസുദേവൻ, പ്രോഗ്രാം കൺവീനർ CV രാജു എന്നിവർ പങ്കെടുത്തു. EO ജോണി, ഞാൻ ഈ സംഘടനയുടെ അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറിയാണ്. കൂടാതെ നമ്മുടെ ഈ സമ്മേളനത്തിനോടനുബന്ധിച്ച് അതിന്റെ സ്വാഗത സംഘം ജനറൽ കൺവീനർ കൂടിയാണ്. പിന്നെ ഇദ്ദേഹം നമ്മുടെ മുൻ സംസ്ഥാന എക്സിക്യൂട്ടീവാണ് ശ്രീമാൻ C വാസുദേവൻ. അളഗപ്പനഗർ പഞ്ചായത്ത് 5ാം വാർഡ് തണൽ കൂട്ടായ്മയും ഹാർട്ട്ഫുൾനെസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആമ്പല്ലൂരും സംയുക്തമായി യോഗ മെഡിറ്റേഷൻ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം K വിജീഷ്, തണൽ പ്രസിഡന്റ് ഗോപി,
സെക്രട്ടറി കൃഷ്ണൻകുട്ടി എന്നിവർ പ്രസംഗിച്ചു. പി നാരായണൻ, രാജീവ് ബാബു, സീമ, ഗോപി, സുബ്രഹ്മണ്യൻ, ബാബു, ഷീജ, അശോകൻ, ശാന്ത സുരേന്ദ്രൻ, ശോഭ, അജിത, നിഷ, ഭാരതി തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. കൂടാതെ കുട്ടികളുടെ ഓർമ്മശക്തിയുടെയും ബുദ്ധിയുടെയും വികാസത്തിനും വളർച്ചയ്ക്കുമായി ബ്രൈറ്റർ മൈൻഡ് എന്ന പ്രോഗ്രാം നടത്തി. ട്രെയിനർമാരായ രാജി, സീമ, ഗോപി, സുബ്രഹ്മണ്യൻ, ബ്രൈറ്റർ മൈൻഡ് പരിശീലകരായ സുമേഷ്, രേഷ്മ എന്നിവർ ക്ലാസുകളെടുത്തു. ചെങ്ങാലൂർ രണ്ടാംകല്ലിലുള്ള പുതുക്കാട് കൃഷിഭവനിൽ നിന്നും മൂർഖൻ പാമ്പിനെ പിടികൂടി. ചൊവ്വാഴ്ച രാവിലെയായിരുന്നു സംഭവം. കൃഷിഭവനിലെ അലമാരയുടെ മുകളിലായാണ് പാമ്പിനെ കണ്ടെത്തിയത്. രാവിലെ ജോലിക്കെത്തിയ ജീവനക്കാരാണ് പാമ്പിനെ ആദ്യം കണ്ടത്. തുടർന്ന് വിവരമറിയിച്ചതിനെ തുടർന്ന് RTT അംഗം രജേഷ് നന്ദിപുലം സ്ഥലത്തെത്തി പാമ്പിനെ പിടികൂടി. പിന്നീട് പാമ്പിനെ വനംവകുപ്പിന് കൈമാറി. സംഭവവിവരമറിഞ്ഞ് പഞ്ചായത്ത് അംഗങ്ങളായ ജോയി മണ്ണളിയും ലിനി ബിജുവും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. കൊടകര സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസിന്റെ ദശാബ്ദി ആഘോഷം തോമസ് ഉണിയാടൻ MLA ഉദ്ഘാടനം ചെയ്തു. സഹൃദയ ഇൻസ്റ്റിറ്റ്യൂട്ട് കേരള ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് 2025 മാനേജ്മെന്റ് വിഭാഗത്തിൽ 5ാം സ്ഥാനം കരസ്ഥമാക്കിയതിൽ MLA അഭിനന്ദിച്ചു. ഇരിങ്ങാലക്കുട രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു. സിംസിന്റെ സ്ഥാപക എക്സിക്യൂട്ടീവ് ഡയറക്ടറും ബോർഡ് ഓഫ് ഗവേണൻസ് അംഗവുമായ ഫാദർ ആൻഡ്രു ആലപ്പാടൻ അനുമോദന പ്രഭാഷണം നടത്തി. ദശാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി ആളൂർ ഗ്രാമപഞ്ചായത്തുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന വാട്ടർ ATM പ്രോജക്ടിന്റെയും ഗ്രാമീണ സംരംഭകത്വ പദ്ധതിയായ മില്ലറ്റ് വില്ലേജ് കഫേയുടെയും ഉദ്ഘാടനം ചടങ്ങിൽ നടത്തി. സിംസ് ഡയറക്ടർ ഡോക്ടർ ധന്യ അലക്സ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജിനോ ജോണി മാളക്കാരൻ, സിംസ് മാനേജർ ഫാദർ വിൽസൺ ഈരത്തറ, ആളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ഫ്രാൻസിസ്, പഞ്ചായത്ത് അംഗം ഡെയ്സി വർഗീസ് എന്നിവർ സന്നിഹിതരായി. വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് വിതരണവും ചടങ്ങിൽ ഉണ്ടായി. ചടങ്ങുകൾക്ക് അധ്യാപക കോർഡിനേറ്റർമാരായ പ്രൊഫസർ ആംസൺ സൈമണും പ്രൊഫസർ മനു അബ്രഹവും നേതൃത്വം നൽകി. ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് അളകപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിലെ NSS യൂണിറ്റ്, NCC എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ രക്തദാന അവബോധ റാലിയും ഷിഗല്ല ബോധവൽക്കരണവും നടത്തി. ജീവനായി നൽകാം ജീവന്റെ തുള്ളികൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി നടന്ന അവബോധ റാലിയുടെ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ ലിജോ ജോൺ നിർവഹിച്ചു. NSS പ്രോഗ്രാം ഓഫീസർ CV വിപിൻ രക്തദാന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സിനോ ഫ്രാൻസിസ്, CJ സിൻഡോ, NP സെബി, MA പ്രശോഭ് എന്നിവർ നേതൃത്വം നൽകി. അളകപ്പനഗർ ത്യാഗരാജാർ പോളിടെക്നിക് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ പുനരുദ്ധരിച്ച കോളേജ് ഓഡിറ്റോറിയത്തിന്റെ ആശീർവാദവും ഉദ്ഘാടനവും നടത്തി. കോളേജ് കൌൺസിൽ അംഗം ഫാദർ വർഗീസ് കുത്തൂർ ആശീർവാദ കർമ്മം നിർവഹിച്ചു. അളകപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ലിജോ ജോൺ, പഞ്ചായത്ത് അംഗം K രാജേശ്വരി, PTA പ്രസിഡന്റ് കൃഷ്ണമണി, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് KV അശോകൻ, മുൻ പ്രിൻസിപ്പൽ NJ സാബു എന്നിവർ സന്നിഹിതരായിരുന്നു. ഈ വിദ്യാലയത്തോടും ഇവിടെയുള്ള എല്ലാ അധ്യാപകരോടും അനധ്യാപകരോടും വിദ്യാർത്ഥികളോടും ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും കൂടി ഉണ്ടായി. ഇനി കാണാം ഇൻഫോ ടോക്ക്. സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധ പടരുന്ന പശ്ചാത്തലത്തിൽ പരിശോധന കർശനമാക്കിയിരിക്കുകയാണ് ആരോഗ്യവകുപ്പ്. എന്താണ് ഷിഗല്ല, എങ്ങനെയാണ് ഇത് പകരുന്നത്? ഇന്നത്തെ ഇൻഫോ ടോക്കിലൂടെ കാണാം. മലിനജലത്തിലൂടെയും പഴകിയതും കേടായതുമായ ഭക്ഷണത്തിലൂടെയുമാണ് ഷിഗല്ല ബാക്ടീരിയ പ്രധാനമായും മനുഷ്യ ശരീരത്തിൽ എത്തുന്നത്. കുടലിനെ ബാധിക്കുന്ന ഈ രോഗം ആഹാരം പാകം ചെയ്യുന്നവരിൽ നിന്നും കൈകാര്യം ചെയ്യുന്നവരിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പകരാൻ വളരെ വലിയ സാധ്യതയുണ്ട്. ഈ ഒരു സാഹചര്യം മുൻനിർത്തിയാണ് തട്ടുകടകളിലും ഹോട്ടലുകളിലും പരിശോധന ശക്തമാക്കാൻ ആരോഗ്യവകുപ്പ് തീരുമാനിച്ചത്. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ ഉടനടി പൂട്ടിക്കാനാണ് സ്ക്വാഡുകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കടകളിൽ സാധാരണ വെള്ളം യാതൊരു കാരണവശാലും വിതരണം ചെയ്യാൻ പാടില്ല. പൂർണ്ണമായും ക്ലോറിനേഷൻ നടത്തി ശുദ്ധീകരിച്ച വെള്ളം മാത്രമേ പൊതുജനങ്ങൾക്ക് നൽകാവൂ എന്ന് ആരോഗ്യ വിഭാഗം കർശനമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതിന്റെ ലക്ഷണങ്ങളാണ്. ശക്തമായ വയറിളക്കം, പനി, കഠിനമായ വയറുവേദന, അമിത ക്ഷീണം, രക്തം കലർന്ന മലം എന്നിവയാണ് ഷിഗല്ലയുടെ പ്രധാന ലക്ഷണങ്ങൾ. ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ച് 3 ദിവസത്തിന് ശേഷമാകും ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുക. എന്നാൽ ഓർക്കുക,
എല്ലാ രോഗികളിലും ഈ ലക്ഷണങ്ങൾ ഒരുപോലെ പ്രകടമാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും നമ്മൾ അതീവ ജാഗ്രത പാലിച്ചേ മതിയാകൂ. സുരക്ഷിതരായിരിക്കുക. ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക. കാലാവസ്ഥ. കൂടിയ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. പാലപ്പിള്ളി GHS കന്നാറ്റുപാടം സ്കൂളിലെ LP വിഭാഗത്തിൽ അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം 17 രാവിലെ 10 സ്കൂൾ ഓഫീസിൽ. ഫോൺ 9895460788. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,875 രൂപയും പവന് 1,11,000 രൂപയും രേഖപ്പെടുത്തി. വെണ്ടോർ കൊട്ടേക്കാടൻ രാജു അന്തരിച്ചു. 54 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. രേഖയാണ് ഭാര്യ. മക്കൾ റിയ, റിയോൺ. പുതുക്കാട് പാഴായി വാരിയത്ത് ഇന്നീരി അന്തരിച്ചു. 95 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഉഷ, മോഹനൻ, സുധ, സതി, ഷീല എന്നിവർ മക്കളും മണി, നിമിത, ചന്ദ്രൻ എന്നിവർ മരുമക്കളുമാണ്. എറവക്കാട് വട്ടപ്പറമ്പിൽ രാഘവൻ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതയായ രാധയാണ് ഭാര്യ. രാധാകൃഷ്ണൻ, സിന്ധു എന്നിവർ മക്കളും ദീപിക, ബാബുരാജ് എന്നിവർ മരുമക്കളുമാണ്. കല്ലൂർ തൃശൂർക്കാരൻ വിൽസൺ ഭാര്യ ആലീസ് അന്തരിച്ചു. 69 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 10 കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളിയിൽ. BJP പുതുക്കാട് മണ്ഡലം സമിതി അംഗം ചുങ്കാൽ കാട്ടിക്കുളം ചന്ദ്രൻ മകൻ സുനിൽ കുമാർ അന്തരിച്ചു. 54 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കമല ചന്ദ്രനാണ് അമ്മ. സഹോദരൻ സുധീർ. പ്രധാന വാർത്തകൾ വീണ്ടും. ഇരിങ്ങാലക്കുട മാപ്രാണത്ത് KICB ലൈൻമാൻ ഷോക്കേറ്റ് മരിച്ചു. അപകടം ജോലിക്കിടെ. കൊടകര മേഖലയിൽ ആശങ്കയായി ഷിഗല്ല മരണം. പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യവകുപ്പ്. നന്മണിക്കര പഞ്ചായത്തിൽ ആഫ്രിക്കൻ ഒച്ചിന്റെ ശല്യം രൂക്ഷം. പരിശോധന നടത്തി വിദഗ്ധ സംഘം. ഒല്ലൂരിൽ KSRTC ബസും ടൂറിസ്റ്റ് ബസും കൂട്ടിയിടിച്ചു. 6 പേർക്ക് പരിക്ക്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര നൽകാം. നഷ്ടപരിഹാരം നൽകണം. സ്വകാര്യ ബസ് സർവീസ് സർക്കാർ ഏറ്റെടുക്കണമെന്ന ആവശ്യവുമായി സ്വകാര്യ ബസ് ഉടമകൾ. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.